കുമളി ഷെഫീഖ് വധശ്രമ കേസിൽ പ്രതികൾ കുറ്റക്കാർ. അച്ഛൻ ഷെരീഫും രണ്ടാനമ്മ അനീഷയും കുറ്റക്കാർ എന്നാണ് ഇടുക്കി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചത്. വിവരങ്ങളുമായി സാഗർ ചേരുന്നുണ്ട്. സാഗർ, പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പ്രതികളുടെ ശിക്ഷ ഇന്ന് തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അഭിലാഷ്, ഇപ്പോൾ കേസ് പരിഗണിച്ച കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിച്ചു കഴിഞ്ഞു. ഇവർക്കുള്ള കേസിലെ വിധി ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിധി എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ് കേരളം മൊത്തം ഉറ്റുനോക്കുന്നത്. നിലവിൽ കോടതി ഇവരുടെ വാദങ്ങൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതികളായ അച്ഛനും അമ്മയും പറയാനുള്ള കാര്യങ്ങൾ കോടതി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഇവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. തുടർന്ന് ഇവർ പറയാനുള്ള കാര്യങ്ങൾ കേട്ടു. ഇവർ പറയുന്നത് ഇവർക്ക് 5 കുട്ടികളുണ്ട്, കുട്ടികളുടെ പരിചരണം ഇവർക്ക് നോക്കണം, നാട്ടിലും എല്ലാം തന്നെ ഒറ്റപ്പെട്ടു, ഇനിയുള്ള നാളുകളിലെങ്കിലും ഇവരെ ജീവിക്കാൻ അനുവദിക്കണം. അന്ന് ഉണ്ടായ ആ ഒരു കാര്യത്തിൽ, ആ ഷെഫീഖിനുണ്ടായ ഒരു സംഭവത്തിൽ ഇവർ കുട്ടിയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ആശുപത്രി അധികൃതരും മറ്റുമാണ് ഇവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ നൽകാതിരുന്നത്. അതിനാലാണ് ഷെഫീഖിന് ഇത്തരത്തിൽ പരിക്കു പറ്റിയെന്ന വാദമാണ് ഈ അച്ഛനും അമ്മയും കോടതിക്ക് മുന്നിൽ ഇപ്പോൾ പറയുന്നത്. എന്തായാലും കേസിൽ വിധി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവരുടെ കാര്യങ്ങൾ കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2013 ജൂലൈ 15-നാണ് ഈ ഷെഫീഖിനെ മർദ്ദനത്തെ തുടർന്ന് അബോധാവസ്ഥയിലായപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇതോടെയാണ് പുറം ലോകം ഈ കുട്ടി നേരിട്ട പീഡനം പുറത്തറിഞ്ഞത്. സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഇവർ മുറിവേൽപ്പിച്ചു, പൊള്ളലേൽപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തലച്ചോറിന് ക്ഷതമേറ്റു. തുടർന്നാണ് ഈ കുട്ടിയെ സർക്കാർ ഏറ്റെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ തൊടുപുഴയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജില് സർക്കാരിന്റെ തന്നെ സംരക്ഷണയിലാണ് ഷെഫീഖ് ഉള്ളത്. സർക്കാർ തന്നെ നൽകിയ ആയയുടെ സംരക്ഷണയിലാണ് ഈ കുട്ടി ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇവർക്കുള്ള ഈ അച്ഛനും അമ്മയ്ക്കുള്ള വിധി ഉച്ചയ്ക്ക് ശേഷം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ മനസാക്ഷി ഉലച്ച സംഭവമാണ് ഷെഫീഖിന്റെ അതിക്രൂരമായ മർദ്ദനം. ഷെഫീഖിന് അപസ്മാരമുണ്ടായിരുന്നുവെന്നും അങ്ങനെ കട്ടിലിൽ നിന്ന് താഴെ വീണതാണ് എന്നുമുള്ള പ്രതികളുടെ വാദം കോടതി തള്ളിക്കളയുന്നു. അന്ന് വൈദ്യപരിശോധന നടത്തിയപ്പോൾ കുട്ടി അതിക്രൂരമായ മർദ്ദനമേറ്റിരുന്നു എന്നത് വ്യക്തമായിരുന്നു. ജഡ്ജി അടക്കം നേരിട്ടെത്തി കുട്ടിയെ പരിശോധിച്ച കേസ് കൂടിയായിരുന്നു. കുട്ടിയുടെ ദേഹത്ത് പലയിടത്തും പൊള്ളലുകൾ ഏൽപ്പിച്ചതായി അടക്കം കാണപ്പെട്ടിരുന്നു. ഇങ്ങനെ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള കുട്ടിയുടെ അച്ഛൻ ഷെരീഫ്, രണ്ടാനമ്മ അനീഷ എന്നിവർ പ്രതികളായിട്ടുള്ള കേസിൽ ആണ് പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം, ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കാം ഇത് സംബന്ധിച്ച് വിധി പ്രസ്താവം ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതികൾ ചെയ്ത കുറ്റങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടിക്ക് ഭക്ഷണം പോലും നൽകാതെയാണ് കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബോധപൂർവമായി കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ കുട്ടിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റം എന്നിങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതായി കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ഈ കുറ്റങ്ങളിൽ എന്ത് ശിക്ഷയാണ് കോടതി നൽകാൻ പോകുന്നത് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇടുക്കി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുക. 2 പ്രതികളും കുറ്റക്കാരാണ് എന്ന് ഇപ്പോൾ കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സാഗർ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടാകും എന്ന് വേണമോ ഇപ്പോൾ അനുമാനിക്കാൻ? സാധാരണ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രതികൾക്ക് അവസാനമായി പറയാനുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് അവസാനമായി പറയാനുള്ളത് എന്ത് എന്ന് കോടതി കേൾക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും വിധിയെ സ്വാധീനിക്കുവാനുള്ള സാധ്യത പൊതുവെ വിലയിരുത്തപ്പെടാറില്ലല്ലോ. തീർച്ചയായും അഭിലാഷ്, പ്രതികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കോടതി ഇപ്പോൾ ആരാഞ്ഞിട്ടുണ്ട്. പ്രതികൾ കോടതിക്ക് മുന്നിൽ ഇവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ പറയുന്ന പ്രധാനമായും ഇവർക്ക് കുട്ടികളുണ്ട്, 5 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ നോക്കണം, നാട്ടിലും വീട്ടിലും എല്ലാം ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇവർ നാട്ടിലും വീട്ടിലും എല്ലാം ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ഇനിയുള്ള കാലത്തെങ്കിലും ഇവരെ ജീവിക്കാൻ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ കോടതിക്ക് മുന്നിൽ പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവം കോടതി ഇവർ ഉന്നയിച്ചാലും അത് നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഈ ഷെഫീഖിനെ മർദ്ദിച്ച ഒരു കേസിൽ സാക്ഷിമൊഴികളെല്ലാം തന്നെ ഇവർക്ക് എതിരാണ്. സാക്ഷികളെല്ലാം തന്നെ ഇവർക്ക് എതിരായാണ് നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത്. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നിട്ടും മെഡിക്കൽ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ എന്നിവയുടെ പിൻബലത്തിലാണ് ഇപ്പോൾ വാദം പൂർത്തിയാക്കി ഈ വിധിയിലേക്ക് കടന്നിരിക്കുന്നത്. കോടതി കഴിഞ്ഞ ദിവസം ഈ വിധി പ്രസ്താവനത്തിന് മുന്നായി തന്നെ ഷെഫീഖിനെ നേരിട്ട് കണ്ട് ആശുപത്രിയിൽ ജഡ്ജി എത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ സാക്ഷികൾ, കിടപ്പിലായ സാക്ഷികളുടെ അടുത്തെല്ലാം തന്നെ ജഡ്ജി നേരിട്ടെത്തിയാണ് മൊഴി രേഖപ്പെടുത്തി ഈ ഒരു കേസ് വിധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെ വാദങ്ങളെല്ലാം തന്നെ കോടതി പരിഗണിച്ചിരുന്നു. എന്നാലും ഇവർക്കുള്ള ഒരു വിധി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. കാരണം
കഴിഞ്ഞ ദിവസം കോടതി ചേർന്നെങ്കിലും ഇന്നത്തേക്കായിട്ട് ഈ വിധി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 2 തവണ കേസ് പരിഗണിച്ചെങ്കിലും വീണ്ടും മാറ്റിവെച്ചിട്ടാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിച്ച് അച്ഛനും അമ്മയും ഈ ഷെഫീഖിന്റെ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു മനുഷ്യ മനസാക്ഷി മരവിക്കുന്ന ഒരു ക്രൂര പീഡനം തന്നെയാണ് ഈ 2013 ജൂലൈയിൽ ഈ ഷെഫീഖ് നേരിട്ടത്. പട്ടിണിക്കിട്ടും ക്രൂരമായി മർദ്ദിച്ചതുമെല്ലാം രണ്ടാനമ്മയും സ്വന്തം പിതാവും ചേർന്നാണ് ചെയ്തത്. അബോധാവസ്ഥയിലായി കുട്ടിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. തുടർന്നാണ് മറ്റ് വെല്ലൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ചികിത്സയ്ക്ക് ശേഷം ഈ കുട്ടിയെ തൊടുപുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് സർക്കാർ കുട്ടിയുടെ പൂർണ്ണ പരിചരണവും ചികിത്സയും എല്ലാം ഏറ്റെടുത്തത്. കുട്ടിയെ സംരക്ഷിക്കാനായി സർക്കാർ തന്നെ ആയയെ നിയോഗിക്കുകയായിരുന്നു. ഈ കുട്ടി ഈ തലച്ചോറിനേറ്റ ക്ഷതവും മറ്റു പരിക്കുകളും ക്രൂര പീഡനവും കാരണം ഇപ്പോഴും നിലവിലത്തെ സാഹചര്യത്തിലും കുട്ടിക്കൊന്ന് എണീറ്റ് നിൽക്കുവാനോ ഇപ്പോൾ ഈ വിധി വന്നാൽ അത് എന്താണെന്ന് അറിയുവാനുള്ള ഒരു സാഹചര്യം പോലും ഈ ഷെഫീഖ് ഈ കുട്ടിക്കില്ല. കാരണം ആ ഒരു അവസ്ഥയിലാണ് നിലവിൽ ഈ കുട്ടിയുള്ളത്. സർക്കാർ പൂർണ്ണമായും ഈ കുട്ടിയെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ പിതാവിനും അമ്മയ്ക്കും എതിരെയുള്ള ഒരു വിധി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ ഈ പ്രതികളായ 1-2 പ്രതികളായ അച്ഛനും അമ്മയും ഈ കോടതിക്ക് മുന്നിൽ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പ്രോസിക്യൂഷൻ വാദവും അത്തരത്തിൽ തന്നെയായിരുന്നു. ഇവർ നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യമില്ല. വധശ്രമം അടക്കം വലിയ കുട്ടിയെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ചെയ്ത കാര്യങ്ങളാണെന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇവർക്ക് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് കരുതുന്നത്.